യുടെ രണ്ട് മരണമാണ്. ഒന്ന് അബൂജഹലിന്റെ മരണവും ഒന്ന് മകന്റെ മരണവും. മനസ്സിലായില്ല? അബൂജഹൽ ഇക്രിമ റളിയല്ലാഹു അൻഹു. അങ്ങരുത്, പ്രതീകാത്മകമായ രണ്ട് മരണം. ചിന്തിക്കും കേട്ടോ. അബൂജഹലിന്റെയും ഇക്രിമയുടെയും മരണം. ഇക്രിമത്ത് ബിൻ അബീ ജഹൽ. ഇക്രിമ സയ്യിദുനാ ഇക്രിമ ആരെ മകൻ? അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി മകൻ. അൽഹംദുലില്ലാ. മനസ്സിലായില്ലേ? ശ്രദ്ധിക്ക. അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹിയുടെ മകൻ ആര്? ഇക്രിമ റളിയല്ലാഹു. എല്ലാവരും മനസ്സിലാക്കണേ. ഭയങ്കര അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി. ഖുർആൻ അനവധി തവണ പറഞ്ഞു അവന്റെ കുടുമ വലിക്കുന്ന. കുടുമ വലിക്കനേത്. കുടുമ വലിച്ചിട്ട് ആ പൊട്ടക്കണത്തിലേക്ക് എറിഞ്ഞത്. എങ്ങനെയുണ്ടല്ലോ ആയത്? റഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ റഅയ്ത ഇൻ കാന അലൽ ഹുദാ ഔ അമറ ബിത്തഖ്വാ റഅയ്ത ഇൻ കർറബ വതവല്ലാ അലം യഅലം ബിഅന്നല്ലാഹ യറാ കല്ലാ ലഇൻ ലം യൻതഹി നസ്ഫൻ ബിന്നാസിയത്തിൻ കാദിബത്തിൻ ഖാതിആ. അവന്റെ ആ മുൻമുടി അവന്റെ കുടുമ പിടിച്ചിട്ട് അവനെ വലിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ വലിച്ചത്. അവന്റെ കുടുമ പിടിച്ച് വലിച്ചിട്ട് അവനെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. ബദറിൽ കലീബ് എന്നവര് പൊട്ടക്കിണറുണ്ടായിരുന്നു. അങ്ങോട്ട് വലിച്ചെറിഞ്ഞു. ആരെ? അബൂജഹലിനെ, ഉത്ബത്തിനെ, ശൈബത്തിനെ, വലീദിനെ. ആരായിരുന്നു ഇതൊക്കെ? വലീദ് ആരാന്നറിയോ? അള്ളാഹു ഏകനാണെന്ന് പറഞ്ഞപ്പോൾ, ഹബീബായ നബി പ്രസംഗിച്ചപ്പോൾ സദസ്സിൽ എണീറ്റ് നിന്ന് അന വഹീദ് ബിനിൽ വഹീദ്, ഞാൻ ഏകന്റെ മകൻ, ഏകനാണെന്ന് പറഞ്ഞവനാകുന്നു. മനസ്സിലായില്ല? ഞാനും ഏകനാണ്, എന്റെ ബാപ്പയും ഏകനാണ്. മനസ്സിലായില്ല? എന്റെ ബാപ്പാക്ക് ആകെ ഒരു മകനേ ഉള്ളൂ, എന്റെ വല്യാപ്പാക്ക് ഒരു മകനേ ഉള്ളൂ, അതുകൊണ്ട് ഞാനും ഏകനാണ്. മനസ്സിലായില്ലോ? ഞാനും ഏകനാണ്, അബി ഏകനാണ്. അങ്ങനെ അന വഹീദ് ബിനുൽ വഹീദ്, ഞാൻ ഏകന്റെ മകൻ, ഏകനാണെന്ന് പറഞ്ഞവനായിരുന്നു വലീദ്. ആയത്തിറങ്ങിയത് വമൻ ഖലഖതു വഹീദാ വജഅൽതു ലഹു മാലൻ മംദൂദാ വബനീനാ ശുഹൂദാ വമഖതു ലഹു തംഹീദാ. വലീദ് വൽകബറ വലീദ് ലഅനത്തുല്ലാഹി അലൈഹി വലീദ്. ഞാൻ ഏകന്റെ മകൻ, ഏകനാണ്, ഞാനും ഏകനാണ്. ഇങ്ങോട്ട് പറ, ഞാനും ഏകനാണ്, ആപ്പ ഏകനാണ്. എന്റെ ആപ്പാക്കാകെ ഞാനൊരു മകനേ ഉള്ളൂ, എന്റെ വല്യാപ്പാക്കും ഒരു മകനേ ഉള്ളൂ. ഞങ്ങൾക്ക് ഏകനാകുക എന്നുള്ളതൊന്നും ഞങ്ങൾക്ക് അത്ര പുത്തരിയല്ല. ഞങ്ങൾ കുടുംബത്തോടെ അതിന് ഖുർആനൊരു അടിയാട് കൊടുത്തു. നീ ഏകനം, എന്റെ ബാപ്പ നീ ഏകനം. എനിക്ക് വാപ്പ ഉണ്ടോ എന്ന് ചോദിച്ചു. വാപ്പല്ല എന്ന് ഖുർആൻ പറഞ്ഞ ഒറ്റ ആളാരാ? വലീദ്. ഫലാ തുതിഅ കുല്ല ഹല്ലാഫിൻ മഹീൻ ഹമ്മാസിൻ മശാഇൻ ബിനമീം മന്നാഇൻ ലിൽ ഖൈരി മുഅ്തദിൻ അസീം വതുല്ലിൻ ബഅദ ദാലിക സനീം. ആരെ സന്താനമേ? വാപ്പാന്റെ വാപ്പ ഏകനാണെങ്കിൽ അത് ഈ ഏകനാണ്ട്, ഈ അയാളെ മനയല്ല, ഇജ് വ്യഭിചരിച്ച് മരുഭൂമിയിൽ നടന്ന ആട്ടിടയന്റെ മകനാണ് എന്ന് പറഞ്ഞു. വ്യഭിചരിച്ചിട്ട് മരുഭൂമിയിലൂടെ നടന്നിരുന്ന ആട്ടിടയന്റെ മകനാണ്. വ്യഭിചാര സന്താനം എന്ന് പറഞ്ഞു വലീദിനെ. ലഅനത്തുല്ലാഹി അലൈഹി. ഉറക്കപ്പറ ലഅനത്തുല്ലാഹി അലൈഹി. ഇവരൊക്കെ ആരായിരുന്നു? മക്കാങ്ങാടിയിൽ അവർക്ക് പകരം ആളുകൾ ഉണ്ടായിരുന്നില്ല. അവരെ ആ കുടുമ പിടിച്ചിട്ട് വലിച്ചെറിഞ്ഞത് ആ ഖലീബിലേക്ക്, പൊട്ടക്കുണത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ഇനിയോ തിരിച്ചോ ഒരു സംഭവമുണ്ട്. ഇനിയൊരു സംഭവമുണ്ട്. ആര്? അബൂജഹലിന്റെ മകൻ
സയ്യിദ്നാ ഇക്രിമ ഭയങ്കരാണ് സംഭവം. ഞാൻ എന്തിനാ നിങ്ങൾ ഉറക്ക റളിയല്ലാഹു അൻഹു എന്ന് പറയണമെന്നറിയോ? ഹബീബായ റസൂലുള്ളാഹി ഇക്രിമ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തിന് ഹബീബ് എണീറ്റ് പോയി. സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തഫ നബി എണീറ്റ് നിന്നു. ഫനസിയ റിദാഹു, അരയുടുപ്പിന്റെ മുകളിലുള്ള വസ്ത്രം അണിയാൻ പോലും മറന്നു. ഫറഹം ബിഖുദൂമിഹി, ഇക്രിമ വരുന്നതിൽ സന്തോഷം. മനസ്സിലായില്ലേ സയ്യിദുനാ ഇക്രിമ ഇസ്ലാമാകാൻ വരുന്നുണ്ട് എന്നുള്ള വാർത്ത ഹബീബായ റസൂലുള്ളാഹിക്ക് ലഭിച്ചപ്പോൾ ഫഖാമൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ടോ ഫനസിയ റിദാഹു, തന്റെ മേൽവസ്ത്രം അണിയാൻ പോലും മറന്നുപോയി. ഫഖാമ ഫറഹൻ ബിഖുദൂമിഹി, എണീറ്റുന്നു. ആര്? ഹബീബായ റസൂലുള്ളാഹി. എന്നിട്ട് ഇക്രിമയെ പിടിച്ചിരുത്തിയിട്ടാ ഹബീബായ നബി ഇരുന്നത്. റളിയല്ലാഹു അൻഹു. എന്തിലേക്കാ ക്ഷണിക്കുന്നതെന്ന് വന്നിട്ട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അള്ളാഹുവിന്റെ ദീനിലേക്കാണ്, അള്ളാഹു ഏകനാണെന്ന കാര്യത്തിലേക്കും പിന്നെ അള്ളാഹുവിന്റെ പ്രവാചകനിലേക്കാവുന്ന എന്നിലേക്കും സത്യത്തിലേക്ക്, നമസ്കാരത്തിലേക്ക്, പാവപ്പെട്ടവരെ സഹായിക്കുന്ന സക്കാത്തിലേക്കാണ് ഞാൻ വിളിക്കുന്നത് എന്ന് പറഞ്ഞു സയ്യിദുനാ ഹബീബായ നബി. അപ്പോൾ പറഞ്ഞു ലഖദ് ദഅഉത ഇലൽ ഖൈർ, ഖൈറിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത്, എനിക്കൊന്ന് ബൈഅത്ത് തരൂ എന്ന് പറഞ്ഞു. ഹബീബായ നബി ബൈഅത്ത് കൊടുത്തു, ഷഹാദത്തിക്ക് കലിമ ചൊല്ലിക്കൊടുത്തു. ആർക്ക്? ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്. ഷഹാദത്ത് കലിമ ഇക്രിമ ചൊല്ലിയപ്പോൾ ഹബീബ് ചോദിച്ചു, ഇന്ന് നിങ്ങൾ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ മടക്കുകയില്ല. നിങ്ങൾക്ക് ഈ ദുനിയാവിലോ എന്ത് വേണമെങ്കിലും ഞാൻ ആ ഉപകാരം നിങ്ങൾക്ക് ചെയ്തു തരും. അത്ര വലിയ സന്തോഷമാണ് എന്റെ മനസ്സിലുള്ളത് എന്ന് പറഞ്ഞു മഹാനായ ഹബീബായ നബി ഇക്രിമയോട്. അപ്പോൾ പറഞ്ഞു, ഇന്നി അസ്അലുക സുആലൻ അൻ തസ്തഗ്ഫിറ ലി, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, പൊറുക്കലിനെ തേടണം. കുല്ല അദാവത്തിൻ നിങ്ങൾക്കെതിരെ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ ശത്രുതയും അല്ലാഹു എനിക്ക് പുറത്തു തരാൻ വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ തേടണം. എന്ന് മാത്രമല്ല, വകലാമിൻ ഖുൽതുഹു ഫീ വജ്ഹിക ഫീ ഗൈബതിക, നിങ്ങളെ മുഖത്ത് നോക്കി ഞാൻ ചീത്ത പറഞ്ഞിട്ടുണ്ട്, അതെനിക്ക് പുറത്തു കിട്ടണം. പിന്നെ നിങ്ങളില്ലാത്ത നേരത്തെ ഗൈബത്ത് പറഞ്ഞിട്ടുണ്ട്, അത് മാത്രം എനിക്ക് പറഞ്ഞു വേണ്ട. അപ്പോൾ ഹബീബാ റസൂലുള്ളാഹ് ഇരു കൈകളും വാനലോകത്തേക്ക് ഉയർത്തിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു കുല്ല അദാവാ, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു കുല്ല അദാവാ. അദ്ദേഹം ഇസ്ലാമിനെതിരെ ചെയ്തിട്ടുള്ള എല്ലാ ശത്രുതയും നീ പുറത്തു കൊടുക്കണമേ എന്ന് പറഞ്ഞു. മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്തു ഹബീബാ റസൂലുള്ളാഹി. ഖാല ഇക്രിമ, അപ്പോൾ ഇക്രിമ പറഞ്ഞു, വല്ലാഹി ലാ അദഉ നഫഖതൻ അൻഫഖതുഹാ ഫീ സദ്ദിൻ അൻ സബീലില്ലാഹ് ഇല്ലാ അൻഫഖതു ളിഅഫഹാ ഫീ സബീലില്ലാഹ്. അള്ളാന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കാൻ വേണ്ടി എത്ര ഞാൻ ചെലവാക്കിയിരുന്നോ അതിന്റെ അനേക ഇരട്ടി അള്ളാന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ ഞാൻ ചെലവാക്കും എന്ന് പറഞ്ഞു ഇക്രിമ. മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ ഏകദൈവ സിദ്ധാന്തത്തിൽ നിന്നും ഏകദൈവ വിശ്വാസത്തിൽ നിന്നും ജനങ്ങളെ അകറ്റാൻ വേണ്ടി എത്ര ഞാൻ നടന്നിരുന്നോ, എത്ര ഞാൻ പണം ചെലവാക്കിയിരുന്നോ അതിന്റെ ഇരട്ടി ഇന്ന് മുതൽ അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി ചെലവാക്കും ഞാൻ ചുരുക്കമാണ് എന്ന് പറഞ്ഞു സയ്യിദുനാ ഇക്രിമ. അബ്ബാദുൻ ഖവ്വാമുൻ ഖറാഉൻ ലികിതാബില്ലാഹ്. പിന്നുള്ള ജീവിതം എങ്ങനെയാണെന്നറിയോ? ഏറ്റവും വലിയ ഇബാദത്തുകാരനാണ്. ഏത് നാട്ടിൽ പോയാലും പള്ളിയിലല്ലാതെ ഇക്രിമ താമസിക്കുകയില്ല. ബാബുല്ലാഹി മഫ്തൂഹ്, അള്ളാന്റെ ബാബു ബൈത്തില്ലാഹി മഫ്തൂഹ്, അള്ളാന്റെ വീടിന്റെ വാതിൽ തുറന്നു കിടക്കുമ്പോൾ നമ്മൾ പുറത്തു കിടക്കാൻ പാടില്ല എന്ന്. അള്ളാന്റെ വീട്ടിലല്ലാതെ ഏത് യുദ്ധത്തിന് സഹായിക്കാൻ പോയപ്പോഴും അവിടെയുള്ള പള്ളിയിലല്ലാതെ അഭയം തേടിയിട്ടില്ല, അവിടെയല്ലാതെ താമസിച്ചിട്ടില്ല. മാത്രമല്ല ഖബ്ബാബുൻ, നേരം വിളിക്കുന്നവരെ നിസ്കരിക്കുന്ന ആളായിരുന്നു. ഖറാഉൽ കിതാബില്ലാഹ്, അള്ളാഹുവിന്റെ
അള്ളാഹുവിന്റെ കിതാബിന്, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന് ധാരാളമായി ഓതുന്ന ആളായിരുന്നു സയ്യിദുനാ ഇക്രിമ റളിയല്ലാഹു അൻഹു. മാത്രമല്ല യഖൂലു കിതാബു റബ്ബി വഹുവ യബ്കി മിൻ ഖശിയത്തില്ലാഹ്. യഖൂലു കിതാബു റബ്ബി, ഇതെന്റെ റബ്ബിന്റെ കിതാബാണ്. കിതാബു റബ്ബി വഹുവ യബ്കി മിൻ ഖശിയത്തില്ലാഹ്. അള്ളാഹനെ പേടിച്ച് കരയുന്ന ആളായിരുന്നു. അള്ളാന്റെ കിതാബോട് നേരം വെളുക്കുന്നവരെ കരയുന്ന ആളായിരുന്നു സയ്യിദുനാ ഇക്രിമ റളിയല്ലാഹു അൻഹു. ഈ ഇക്രിമയെ നോക്കി, ഈ ഇക്രിമ പിന്നെ വഫാത്തായത് എങ്ങനെയാ? യർമൂക്ക് യുദ്ധക്കളത്തിൽ മരിക്കാൻ വെട്ടി തട്ടി വീണു. അള്ളാന്റെ ദീനിന് വേണ്ടി മരിച്ചു വീഴാൻ ഒരുങ്ങുകയാ ശത്രുക്കളെ മുന്നിൽ. അപ്പോൾ അൽമാ അൽമാ, വെള്ളം വെള്ളം കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. ആരോ വെള്ളം കൊണ്ടുവന്നു. ആ വെള്ളം കുടിക്കാൻ ഒരുങ്ങുകയാണ്. ഇതാണ് അള്ളാന്റെ ദീനിന് വേണ്ടി എന്റെ ജീവിതത്തിൽ കിട്ടിയതൊക്കെ ഞാൻ ചെലവാക്കുന്നു. റസൂലുള്ളാന്റെ മുന്നിൽ പ്രതിജ്ഞ മരണ നേരത്ത് വരെ പാലിച്ചു. ആര്? ഇക്രിമ. ഇതാ വെള്ളം കൊണ്ടുവന്നു കുടിക്കാൻ ഒരുങ്ങുന്ന നേരം. അപ്പോഴാണ് വേറൊരാള് തൊട്ടടുത്തുനിന്ന് അൽമാ അൽമാ, വെള്ളം വെള്ളം വേറൊരാൾ അപ്പുറത്തുനിന്ന് വിളിച്ചു പറയുന്നുണ്ട്. ഉടനെ ആ പാത്രം അങ്ങോട്ട് ഇശാറത്താക്കി, എനിക്ക് വേണ്ട, അടുത്ത ആൾക്ക് കൊടുത്തയച്ച് വെള്ളം കുടിക്കാതെ ബഹറിലെ വെള്ളം മുഴുവനും കുടിച്ചു തീർത്താൽ പോലും തീർക്കാൻ തോന്നുന്ന ആ നേരത്തെ തന്റെ പാനപാത്രമായി ജീവജലമായി അവസാനം കിട്ടിയ വെള്ളം വരെ അടുത്തൊരു മുസ്ലിമായ സഹോദരന് വേണ്ടി ദാനം ചെയ്തു സയ്യിദുനാ ഇക്രിമ. ഇതാണ് വഫാത്തു ഇക്രിമ റളിയല്ലാഹു.